ഈ വൺ സൈഡ് ലവിനെ പറ്റി ഒരാളുടെ അടുത്ത് പറയുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ ഇത് രസമാണ്. ലൈക്ക് ഐ മീൻ വൺ സൈഡ് ലവ്, എന്ത് രസമല്ലേ ഒരാളെ അറിയാതെ ഒരാളെങ്ങനെ സ്നേഹിക്കാന്നൊക്കെ പറയണത്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഇത് കേൾക്കുമ്പോഴൊക്കെ രസമാണ്. ബട്ട് ഇറ്റ്സ് നോട്ട് ഗുഡ് ഇൻ പ്രാക്ടിക്കൽ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ വേറൊരാളുടെ ആവുന്നത് വരെയുള്ളൂ ഈ രസമൊക്കെ. അവിടെ തീരും നമ്മുടെ വൺ സൈഡ് ലവിന്റെ ആ ഒരു ക്യൂരിയോസിറ്റി, ആ ഒരു ഗുഡ് ഫീലിങ്സ് ഒക്കെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആരെയാണോ, അത് ഹി ഓർ ഷീ ആരാണെങ്കിലും ഓരുടെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ ഇഷ്ടം പറയണം. റിപ്ലൈ യെസ് ആണെങ്കിലും നോ ആണെങ്കിലും നോ വെറീസ്, ആ ഒരു മൈൻഡിൽ വേണം പോയി പറയാൻ. നോ ആണ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ കുറേ ഉപകാരങ്ങളുണ്ട്. ലൈക്ക് പിന്നെ അയാളെ തലയിൽ വെച്ച് നടക്കേണ്ട ആവശ്യമില്ല, അയാളെ പറ്റി ആലോചിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അടുത്ത ആളുടെ പിന്നാലെ ധൈര്യമായിട്ട് പോവാം. ഇനി അഥവാ യെസ് ആണ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ബാക്കി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ദാറ്റ്സ് ഹി ആണെങ്കിലും ഷീ ആണെങ്കിലും പിന്നെ അത് നിങ്ങളുടേതാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന ആളെ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളത് പറയണം, അല്ലാതെ നിങ്ങൾക്ക് അത് കിട്ടൂല. സോ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും സ്വന്തം ഇഷ്ടം പറയാതെ വൺ സൈഡ് ലവ് അടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒരു അയച്ചു കൊടുക്കുക.